എൻ്റെ ഒപ്പം നിൽക്കുന്നത് മലയാളത്തിൻ്റെ ഒരു ഹിറ്റ് ബേബി. ഇപ്പോൾ കൈ വെക്കണതൊക്കെ ഹിറ്റ്. മറ്റേ ലാലേട്ടൻ്റെ പടത്തിലാണെങ്കിൽ കോമഡി കാണിച്ച് ഫാമിലികളെ ചിരിപ്പിച്ചു. പക്ഷേ ഇതിൽ ഞാൻ ഈ പടം കണ്ടു, നമുക്കൊരു മൊബൈൽ സാധാരണ നമ്മൾ സിനിമകൾ കാണുമ്പോൾ നമ്മൾ മൊബൈൽ എടുത്ത് വെറുതെ മെസ്സേജ് ചെയ്ത് നോക്കും. നമ്മളങ്ങനെ സീറ്റ് അടിച്ച് ത്രില്ലിങ്ങിനെ കൊണ്ടുപോണത്. സാം സീസന്റെ മ്യൂസിക്കിന്റെ പവർ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ നിങ്ങളെ പടത്തിൽ പോണത്, നിങ്ങൾ വീഴാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും, പക്ഷെ നിങ്ങൾ വീഴണില്ല പടത്തില്. കാരണം അതിലാണ് നിങ്ങൾ എങ്ങനെ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ എടുക്കുന്നത്. അത് നമ്മളിലേക്ക് വന്നു. ആക്ച്വലി എന്നെ വിളിച്ചത് അരുൺ ചേട്ടനും ലിസിൻ ചേട്ടനും സഞ്ജയ് ചേട്ടനും കൂടിയാണ്. അപ്പൊ അത് അവരുടെ കോൺഫിഡൻസ് ആണ്. സാധാരണ ചൂസ് ചെയ്യാറ് ഒരു പ്രേമലൊക്കെ ഒരു കോമഡി അങ്ങനെയില്ല. എനിക്ക് വരുന്ന കഥകളും എന്നെ കൊണ്ട് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്ന ക്യാരക്ടേഴ്സും മാത്രമാണ്. അപ്പൊ ഇതൊരു ആക്ച്വലി ഒരു ട്രൈ ആയിരുന്നു, ഒരു ശ്രമമായിരുന്നു. ഭയങ്കര രസമായിട്ട് നിങ്ങള് പക്ക ത്രില്ലർ മൂവിയാണല്ലോ. സാധാരണ സംഗീതമായി നമ്മൾ കാണുമ്പോൾ ചിരിക്കും ആ രീതിയിൽ. പക്ഷെ നിങ്ങൾ ഇതിൽ വേറെ ഇമോഷൻസ് ഇട്ടിട്ട് നമ്മളാകെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ പടം തിയേറ്ററിൽ കണ്ടു ഇറങ്ങിയപ്പോ? നല്ല, എനിക്കിപ്പോ ഒന്നും അങ്ങനെ അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല കേട്ടോ. നമ്മള് ആദ്യമായിട്ട് നമ്മളെ ഒരു പരിപാടി കാണാറുള്ളൂ. എനിക്ക് പ്രേമലൂല് ഞാൻ പടം കാണുമ്പോൾ എനിക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. ആദ്യത്തെ ഷോ നമ്മൾ വേറെ ഒരു ഇമോഷനിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക. സിമിലറാണ് ഈ സിനിമ. ഞാൻ ആദ്യമായിട്ടൊരു ട്രൈ ചെയ്തതിന്റെ ആ ഇമോഷൻസ് ആളുകളിലേക്ക് ഇങ്ങനെ കണക്ട് ആവുന്നു. ട്രാഫിക്കിന് ശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു നല്ല ഇതിൽ കാണുമ്പോഴാണ് ഹിറ്റ് ആവട്ടെ. താങ്ക് യു.